മാവടി മുരളി സ്മാരക ഫൗണ്ടേഷന്റെ സംസ്ഥാനതല സമാന്തര വിദ്യാഭ്യാസ പുരസ്കാരം അഞ്ചൽ വിശ്വഭാരതി കോളേജ് പ്രിൻസിപ്പൽ എ.ജെ. പ്രദീപിന് ലഭിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലിൽ നിന്നും എ.ജെ. പ്രദീപ് പുരസ്കാരം ഏറ്റുവാങ്ങി. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകനും മധ്യ തിരുവിതാംകൂറിലെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യവും സെക്രട്ടേറിയറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന മാവടി മുരളിയുടെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ എന്ന നിലയിൽ ശ്രീ പ്രദീപിനെയാണ് അവാർഡിനായി കരുതുന്നത്. സമാന്തര വിദ്യാഭ്യാസം മുരളി സാറിനുള്ള ബന്ധം സമാന്തര വിദ്യാഭ്യാസം അദ്ദേഹം അധ്യാപകൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനാകുന്നതിന് അധ്യാപകനായിരുന്നു. സെക്രട്ടേറിയറ്റിലെ സർവീസ് കഴിഞ്ഞും അദ്ദേഹത്തിന് അധ്യാപകൻ തുടരാനായിരുന്നു ആഗ്രഹമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം ദീർഘകാലം പാലൂർ കോളേജ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജ് നടത്തുന്ന അതിന് ചുമതലയുള്ള അധ്യാപകൻ നിലയിൽ അതിന് ചുമതല വഹിക്കുന്ന ശ്രീ പ്രദീപിനെ കരുതുന്നതും ഉചിതമാണ്. പാലൂർ കോളേജിൽ നമ്മുടെ സമാന്തര വിദ്യാഭ്യാസവും ഇന്നിപ്പോ ധാരാളം കോളേജുകളുണ്ട്. പക്ഷെ പണ്ട് ഇത്രയും കോളേജുകളില്ല. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് ഒക്കെ ധാരാളമാണ്. കേരളത്തിൽ തന്നെ ശാസ്ത്രീയ മേഖലയിൽ ആയിട്ടുള്ള കോളേജുകൾ മുമ്പ് കേരളത്തിലാകെ 19 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്രമുള്ള, ഏതാനും എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമുള്ള, ഏതാനും മെഡിക്കൽ കോളേജ് മാത്രമുള്ള കാലമുണ്ടായിരുന്നു. നമ്മുടെ വലിയ വിദ്യാർത്ഥികളായിരുന്ന കാലം അങ്ങനെയായിരുന്നു. അന്ന് പുല്ലൂർ എടുത്താലും അഞ്ചൽ എടുത്താലും തിരുവനന്തപുരം എടുത്താലും ഒക്കെ വളരെ പ്രശസ്തമായ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ സമാന്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെ കോളേജല്ല, അക്കൗണ്ട് കോളേജല്ല മാത്രം. വിശ്വഭാരതി കോളേജ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മുല്ലൂർ കോളേജ് പഠിക്കുമ്പോഴത്തെ വ്യത്യസ്തമായ സ്ഥാപനമാണ്. അവിടെ അന്ന് ചിലപ്പോൾ ചില യോഗങ്ങളൊക്കെ നടത്താൻ ആ സ്ഥലം ഉപയോഗിച്ച് ചില യോഗങ്ങൾ സഭയായിരിക്കുമ്പോഴും മലയാള പ്രധാനമായിട്ടും ഒക്കെ പിന്നീട് പാർട്ടി പ്രവർത്തകനാകുമ്പോഴൊക്കെ ആ സ്ഥാപനവുമായി പോകും. ശ്രീ പ്രദീപ് അദ്ദേഹത്തെ പരിപാടികളിൽ ദീർഘകാലമായി കാണാറുണ്ട്, പരിപാടി പരിചയമുണ്ട്. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷനായിട്ട് അതിലറിവുന്ന ബന്ധം എന്നുള്ളതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇവിടെ മാത്രം ഇരിക്കുന്നൊരു ബന്ധമല്ല. നമ്മൾ ശ്രീ മാവടി മുരളി അദ്ദേഹത്തിൻ്റെ ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ അധ്യാപകരാണ്. മാവടി മുരളി സാർ അദ്ദേഹം ഇവർക്കെല്ലാം ബന്ധമുള്ള ഒരാളാണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ കുറേ സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളുള്ളതാണ് എന്ന് ഉള്ള ധാരണ അങ്ങനെയാണ്. എല്ലാവരും ടെലിവിഷൻ കേരളത്തിൽ ദീർഘകാലമായിരിക്കുന്ന ആളെന്ന നിലയിൽ കേരളത്തിൽ അവർക്ക് അറിയാം. എനിക്ക് വ്യക്തിപരമായി എടുക്കാൻ അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാത്രമല്ല, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ് ശ്രീ ഹണി യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ കേസരിയുടെ ഭാഗമായിരിക്കുമ്പോൾ അന്നോളം അതിൻ്റെയാണ് ഹണി വിളിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ മറ്റുള്ള ആളുകളിരിക്കുന്നു. ഞാൻ കോളേജിൽ കണ്ടു, നമ്മുടെ അവിടുത്തെ അഡീഷണൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഏറെ ആളുകൾ ബഹുമാനമുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാര ജേതാവിന് നൽകിയത്. അഞ്ചൽ വിശ്വഭാരതി കോളേജിന്റെ പ്രിൻസിപ്പലും കേരള ലൈബ്രറി കൗൺസിലിന്റെ പുനലൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായ എ.ജെ. പ്രദീപിനാണ് ഈ വർഷത്തെ മാവടി മുരളി സ്മാരക ഫൗണ്ടേഷന്റെ സംസ്ഥാന സമാന്തര വിദ്യാഭ്യാസ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത്. ജനിച്ച് 1616 അന്തരിച്ച 1564 സാറ്റ്ഫോർഡ് നദിക്കരയിൽ സാറ്റ്ഫോർഡ് ടൗണിൽ ജനിച്ച് ഗ്ലോബൽ തിയേറ്റർ രൂപീകരിച്ച് ടെമ്പസ്റ്റ് എന്ന അവസാന നാടകം എഴുതിയ കാലത്തിന്റെ വിചാരത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരാണത് നേരെയാക്കുവാനെന്ന് ഹാംലെറ്റ് എന്ന കൃതിയിൽ ചോദിച്ച റോസാപ്പൂവിനെ ഒരു റോസാപ്പൂവിനെ റോസ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ച മഹാനായ വില്യം ഷേക്സ്പിയറിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന മാവടി മുരളി സാർ 1993 ജൂലൈ മാസം 3-ാം തീയതി അദ്ദേഹം അപകടത്തിൽപ്പെട്ട് അന്തരിക്കുകയാണ്. കേവലം 38-39 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം. എനിക്ക് തോന്നുന്നത് വർഷിച്ച ജീവിതമല്ല, ജീവിച്ച വർഷം തന്നെയാണ് പ്രധാനം. എത്ര കാലം ജീവിച്ചെന്നുള്ളതല്ല പ്രധാനം, ആ വർഷിച്ച ജീവിതം കൊണ്ട് ആർക്കൊക്കെ പ്രയോജനമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. സ്വാമി വിവേകാനന്ദനെ നോക്കൂ. 1763 ജനുവരി 12 ജനിച്ച് 1902
മുൻമന്ത്രി കെ രാജു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ജിതേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അംബികകുമാരി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, മാവടി മുരളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് സോമ, KPCC സെക്രട്ടറി സൈമൺ അലക്സ്, BJP കൊല്ലം ജില്ലാ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു, ഗാന്ധി ഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ, മാവടി മുരളി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അനുപമ മുരളീധരൻ, സെക്രട്ടറി KR അശോക് കുമാർ, മാധ്യമപ്രവർത്തകൻ അനിൽ അടൂർ, ഡോക്ടർ VK ജയകുമാർ, S രാജേന്ദ്രൻ, സജീവ് S പാങ്ങലങ്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.